അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധമായ റമളാൻ മാസം നോമ്പ് നിർബന്ധമാണ്. ആർക്കെല്ലാമാണ് നോമ്പ് നിർബന്ധമാവുക? മുക്കല്ലഫായ നോമ്പിനിക്ക് കഴിവുള്ളതായ എല്ലാ മുസ്ലിമിൻ്റെ മേലും നോമ്പ് നിർബന്ധമാകും. യജിബു അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ മുക്കല്ലഫിൻ്റെ മേലും നിർബന്ധമാകും. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ബാലിഗിൻ ആഖിലിൻ, ബുദ്ധിയും പ്രായപൂർത്തിയുമായ എല്ലാ മുസ്ലിമിൻ്റെ മേലും നോമ്പ് നിർബന്ധമാണ്. അങ്ങനെ വെക്കുമ്പോൾ കുട്ടികൾ, ഭ്രാന്തൻ തുടങ്ങിയവർക്ക് നോമ്പ് നിർബന്ധമില്ല. ഫലാ യജിബു അലാ സബിയൻ, കുട്ടികളുടെ മേൽ നോമ്പ് നിർബന്ധമില്ല. നോമ്പ് നിർബന്ധമില്ല എന്ന് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടതില്ല എന്നർത്ഥമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, മുറുലു ഔലാദക്കും ബിസ്സലാ ഇദാ ബലഗ സബഅ സിനീൻ, 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വളരിബു അലൈഹ ഇദാ ബലഗ 10 സിനീൻ, 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കണമെന്ന് രക്ഷിതാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, നിസ്കാരം മാത്രമല്ല, ശരീഅത്തിന്റെ നിർബന്ധമായ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നോമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് പിടിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായാൽ പിടിച്ചിട്ടില്ലെങ്കിൽ അതിനിക്ക് പിടിക്കാനുള്ള സാഹചര്യങ്ങളും കഴിവും ഉണ്ട് എങ്കിൽ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അടി കൊടുക്കണം എന്നുള്ളതും ബാധകമാണ്. അത് രക്ഷിതാക്കളോടാണ്. എന്നാൽ കുട്ടികൾക്കെന്തില്ല, പ്രായപൂർത്തിയാകുന്നത് വരെ നോമ്പ് നിർബന്ധമില്ല. കുട്ടികൾ പിടിച്ചാൽ നോമ്പ് സ്വഹിയാകും, അതിൻ്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മജ്നൂനിൻ, ഭ്രാന്തന്റെ മേലും നോമ്പ് നിർബന്ധമില്ല. പിന്നെ രണ്ടാമത് ഫുഖഹാക്കൾ അവിടെ പറഞ്ഞതായി കാണാം, മുതീഖിൻ ലഹു, നോമ്പിനിക്ക് കഴിവുള്ളതായ, ആവതുള്ളതായ മുക്കല്ലഫായ മനുഷ്യനിക്ക് നിർബന്ധമാണ്. നോമ്പിനിക്ക് കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലാ അലാ മൻ ലാ യുതീഖുഹു, കഴിവില്ലാത്തവനിക്ക് നോമ്പ് നിർബന്ധമില്ല. എന്തുകൊണ്ടാണ് കഴിവില്ലായത്? ലിക്കിബരിൻ, അങ്ങേയറ്റത്തെ വയസ്സായതിൻ്റെ വേണ്ടി. 90 വയസ്സായ ആളുകൾ, അത് ആളുകളുടെ ആരോഗ്യനില വ്യത്യാസം അനുസരിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ 70 വയസ്സായാൽ ആരോഗ്യമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചില ആളുകൾ 80 വയസ്സായിട്ടും നല്ല ബാല്യക്കാരെ പോലെ ഉണ്ടാകും. ചില ആളുകൾ 90 വയസ്സായിട്ടും ബാല്യക്കാരുണ്ടാകും. അത് ആളുകളുടെ വ്യത്യാസ ആരോഗ്യനില അനുസരിച്ചിട്ടുണ്ടാകും. അങ്ങേയറ്റത്തെ വാർദ്ധക്യം മൂലം നോമ്പ് പിടിക്കാൻ കഴിവില്ലാത്തവനിക്ക് നോമ്പ് നിർബന്ധമില്ല. ഇനി 90 വയസ്സായി, നല്ല ആരോഗ്യമുണ്ട്, നോമ്പ് പിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നോമ്പ് പിടിക്കണം. അങ്ങേയറ്റത്തെ വയസ്സായി നോമ്പ് പിടിക്കാനുള്ള ആവതില്ല, എന്നാൽ അവനിക്ക് നോമ്പ് നിർബന്ധമില്ല. ഔ മറലിൻ, അല്ലെങ്കിൽ രോഗം കാരണം കൊണ്ടാണ്. ഏത് രോഗമാണ്? രോഗം 2 വിധത്തിലുള്ള രോഗമുണ്ട്. ലാ യുർജാ ബുർഉഹു, സുഖപ്പെടാൻ പ്രതീക്ഷയില്ലാത്ത രോഗം. സ്ട്രോക്ക് വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷപാത മൂലമോ അങ്ങേയറ്റത്ത രോഗമാണ്. ഒരു നിലക്കും അത് സുഖപ്പെടാനുള്ള പ്രതീക്ഷയില്ല. അങ്ങനെയാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. അങ്ങനത്തെ രോഗം മൂലം നോമ്പൊടിക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ അവനിക്ക് നോമ്പ് നിർബന്ധമില്ല. അവനവൻ്റെ ശരീരത്തിനിക്ക് കഴിവുള്ളതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് അവനിക്ക് നോമ്പ് നിർബന്ധമില്ല. ഈ 2 ആളുകൾക്ക്, അങ്ങേയറ്റത്തെ പ്രായം മൂലം അല്ലെങ്കിൽ സുഖപ്പെടാൻ പ്രതീക്ഷയില്ലാത്ത രോഗമുള്ളവൻ,
അവനിക്ക് നോമ്പ് നിർബന്ധമില്ല. വയൽസമുഹു മുദ്ദുൻ ലിക്കുല്ലി യൗമിൻ, എന്നാൽ അവനിക്ക് വേണ്ടത് എല്ലാ ഓരോ ദിവസത്തിനും ഒരു നോമ്പിനിക്ക് പകരം ഒരു മുദ്ദ് ഭക്ഷണമാണ് നിർബന്ധമാവുക. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തു തുആമി മിസ്കീൻ. അവിടെ യുതീഖൂനഹു എന്നവിടെ ഒരു നഫീൻ്റെ ലാനെ സങ്കല്പിക്കണം. അതിൻ്റെ നഹവിയായ കായിദ അറിയുന്നവർക്കും അതിൻ്റെ തഫ്സീർ അറിയുന്നവർക്കും അത് കാണാവുന്നതാണ്. കഴിവുള്ളവനിക്ക് എന്നല്ല, ലാ യുതീഖൂനഹു എന്നുള്ളവരിൽ ലാ നഫീൻ്റെ ലാ ഇവിടെ സങ്കല്പിക്കണം. അപ്പോൾ നോമ്പ് പിടിക്കാൻ ആവതാവാത്തവർക്ക് നിർബന്ധമാണ് ഫിദിയത്തു തുആമു മിസ്കീൻ, ഒരു മിസ്കീനിക്ക് ഭക്ഷണം ഫിദിയ കൊടുക്കൽ അഥവാ ഒരു മുദ്ദ് ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. അതേ സമയത്ത് രോഗമുള്ള ആളാണ്, പക്ഷേ ഒരു തലകറക്കമോ വയറുവേദനയോ അല്ലെങ്കിൽ പനിയോ തൽക്കാലം രോഗമുണ്ട്, പിന്നീട് പ്രതീക്ഷ ഉണ്ട്, എന്നാൽ അവൻ ആ രോഗമുള്ള സമയത്ത് നോമ്പ് പിടിക്കേണ്ടതില്ല. അവൻ ഫിദ്യ കൊടുത്താൽ മതിയാവുകയില്ല, മറിച്ച് അവൻ ഫിദ്യ അല്ല കൊടുക്കേണ്ടത്. അവൻ്റെ രോഗം മാറിയാൽ അവൻ നോമ്പിനെ ഖളാ വീട്ടണം. അവൻ രണ്ട് തരം രോഗമുള്ളവനുണ്ട്: സുഖപ്പെടാൻ പ്രതീക്ഷയുള്ള രോഗം, സുഖപ്പെടാൻ പ്രതീക്ഷയില്ലാത്ത രോഗം. സുഖപ്പെടാൻ പ്രതീക്ഷയില്ലാത്തവനിക്ക് നോമ്പ് നിർബന്ധമില്ല, ഒരു മുദ്ദ് ഭക്ഷണമാണ്. സുഖപ്പെടാൻ പ്രതീക്ഷയുള്ളവൻ അവൻ രോഗമുള്ള സമയത്ത് നോമ്പ് പിടിക്കണ്ട, പിന്നീട് ഖളാ വീട്ടണം. ലിഅന്നൽ മരീള മർലൻ യുർജാ ബറുഉഹു, സുഖപ്പെടാൻ പ്രതീക്ഷയുള്ള രോഗിയാണെങ്കിൽ ലാ യജിബു അലൈഹി സൗമു ഹാലതഹു, ആ രോഗമുള്ള സമയത്ത് നോമ്പ് അവനിക്ക് നിർബന്ധമില്ല. വൈൻ വജബ അലൈഹിൽ ഖളാഉ ഇദാ തമക്കന, പിന്നീട് അവനിക്ക് രോഗം മാറിയാൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇക്കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് മസലകൾ പറയാനുണ്ട്, എല്ലാം ഒരു വോയിസിൽ തന്നെ ഒതുക്കുന്നില്ല. റബ്ബ് തആല എല്ലാം പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.